ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെറിയൊരു കഥയായിട്ട് പറയാൻ പോണത്. ആ കഥയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടും ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ശരിയായിട്ട് ഉപയോഗിച്ചാലേ നമ്മൾ വിജയത്തിലേക്ക് എത്തുള്ളൂ. ഒരച്ഛനും ഒരു മകനും കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയോണ്ടിരിക്കുക കേട്ടോ. ഒരു ചെറിയ മോനാണ്. അപ്പോൾ നടന്നു പോയോണ്ടിരിക്കുമ്പോൾ ഒരു മരച്ചില്ല താഴത്തേക്ക് ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നത് ആ മോന് കാണും. അപ്പോൾ ആ മോനത് കാണും കേട്ടോ. എന്നിട്ട് അവൻ എൻ്റെ അച്ഛനോട് പറയും, എനിക്ക് ഈ മരച്ചില്ലൊന്ന് പിടിക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ അച്ഛൻ പറയും, അതിനെന്താ മോനെ, ഈ അത് പിടിച്ചോളൂ എന്ന് പറയും കേട്ടോ. അവനേക്കാൾ കുറച്ച് മുകളിലാണ് ഈ മരച്ചില്ല നിൽക്കുന്നത്. അപ്പോൾ അവന് അത് പിടിക്കാൻ വേണ്ടിയിട്ട് ചാടി ചാടി കുറേ പരിശ്രമിച്ചിട്ട് അവന് സാധിക്കാത്തത് കൊണ്ട് അവന് നിരാശപ്പെട്ട് നിന്നാവും. അപ്പോൾ ഈ അച്ഛനോട് അവൻ പറഞ്ഞു, പറ്റുന്നില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഈ നിൻ്റെ പൂർണ്ണ ശക്തിയോട് കൂടി ശ്രമിക്കും മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ അവനക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ട് അവൻ വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടിയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ചാടിയിട്ട് കൈയൊന്ന് ആ മരച്ചില്ലമ്മ കൊണ്ടെങ്കിലും അവനക്കത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് നിരാശപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കിത് പറ്റുന്നില്ലല്ലോ, അച്ഛൻ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ അവനോട് വീണ്ടും പറഞ്ഞു, നിന്നോട് ഞാൻ എൻ്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് നിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് പിടിക്കാനല്ലേ മോനെ, അങ്ങനെ ശ്രമിക്കാനല്ലേ ഞാൻ എന്നോട് പറഞ്ഞത് എന്ന് പറയും കേട്ടോ. എന്നിട്ട് ആ അച്ഛൻ അവനോട് പറയും, നിൻ്റെ അച്ഛനായ ഞാൻ നിൻ്റെ ശക്തിയല്ലേ മോനെ, എനിക്ക് എന്നോട് സഹായം ചോദിക്കാമായിരുന്നില്ലേ എന്ന് പറയും കേട്ടോ. നീ അച്ഛനോട് സഹായം ചോദിക്കുമായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാനും കഴിയുമായിരുന്നു, നമ്മളത് പിടിക്കുമായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരാളെ സഹായം വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ സഹായം ചോദിക്കുക, നമ്മൾ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവരോട് നമ്മൾ സഹായം ചോദിക്കുക. അതിൽ അവർക്ക് മനസ്സുണ്ടെങ്കിൽ അവർ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ഇപ്പോൾ 5 ആളോട് നമ്മൾ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് വരും. ആ ഒരാൾ മതി നമുക്ക് നമ്മുടെ ലക്ഷ്യം. നല്ലൊരു സപ്പോർട്ടർ ആണെങ്കിൽ ആ ആൾ നമ്മളെ നല്ലോണം കൂടെ നിൽക്കുമെങ്കിൽ ആ ഒരു മനുഷ്യൻ മതി നമുക്ക് ജയിക്കാൻ. അപ്പോൾ എത്ര ഉള്ളൂ, നമുക്ക് സഹായം വേണം. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുക, തിരിച്ച് സഹായിക്കുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, നമ്മൾ ആവശ്യപ്പെടുക, നടക്കും. ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഓർഡർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം.